ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് കൊമേഴ്സ് എന്നുള്ളൊരു സബ്ജക്റ്റാണ്. ഓപ്പൺ കോഴ്സാണ് കൊമേഴ്സ് എന്നുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് മൊഡ്യൂള് ഇൻട്രൊഡക്ഷൻ ടു കൊമേഴ്സ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി ടു കൊമേഴ്സ് എന്നുള്ള ഫസ്റ്റ് മൊഡ്യൂളിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. കൊമേഴ്സ് എന്നാണ് സബ്ജക്റ്റിൻ്റെ പേര്, ഓപ്പൺ കോഴ്സാണ്. അപ്പോൾ അതിൽ ഇൻട്രൊഡക്ടറി ടു കൊമേഴ്സ് അഥവാ കൊമേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഫസ്റ്റ് മൊഡ്യൂൾ അല്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം കൊമേഴ്സ് എന്താണെന്ന് അറിയണതിൻ്റെ മുന്നേ നമുക്ക് കൊമേഴ്സ് എന്താണെന്ന് ആദ്യം അറിയണം. അപ്പോൾ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കൊമേഴ്സ് മീൻസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ വാങ്ങലിനെയോ വിൽക്കലിനെയാണ് നമ്മൾ കൊമേഴ്സ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ വൈഡ് കോൺസെപ്റ്റ് ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് നോട്ട് ഓൺലി ട്രേഡ് ബട്ട് ആൾസോ ദ ഓക്സിലറീസ് ഓഫ് ട്രേഡ്. കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ട്രേഡ് മാത്രമല്ല, ട്രേഡിനെ സഹായിക്കുന്ന ഘടകങ്ങളും കൂടെ കൂടിച്ചേർന്നിട്ടാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. കൊമേഴ്സ് എന്നുള്ള വാക്കിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്? ട്രേഡ് പ്ലസ് എയ്ഡ്സ് ടു ട്രേഡ്. വ്യാപാരവും വ്യാപാരത്തിനെ സഹായിക്കുന്ന ഘടകങ്ങളും കൂടെ കൂടിച്ചേർന്നതിനെയാണ് നമ്മൾ കൊമേഴ്സ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദാറ്റ് മീൻസ് ഇൻ ഷോർട്ട് വി ക്യാൻ സേ കൊമേഴ്സ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ട്രൂ വേർഡ്സ് ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ്. അതുകൊണ്ട് തന്നെ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകളുടെ കോമ്പിനേഷനാണ്. ഒന്ന് ട്രേഡ് എന്നും പിന്നെ ഒന്ന് എയ്ഡ്സ് ടു ട്രേഡ്. ട്രേഡും ട്രേഡിനെ സഹായിക്കുന്ന ഘടകങ്ങളും കൂടെ കൂടിച്ചേർന്നതിനെയാണ് നമ്മൾ കൊമേഴ്സ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ട്രേഡ് പ്ലസ് എയ്ഡ്സ് ടു ട്രേഡിനെയാണ് നമ്മൾ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത്. ദാറ്റ് മീൻസ് ട്രേഡ് മീൻസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ വാങ്ങലിനെയോ വിൽക്കലിനെയാണ് നമ്മൾ ട്രേഡ് എന്ന് പറയുന്നത്. എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറഞ്ഞാലോ? എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറഞ്ഞാൽ ട്രേഡിനെ സഹായിക്കുന്ന ഘടകങ്ങളെ നമ്മൾ എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയും. അതായത് വ്യാപാരത്തിനെ സഹായിക്കുന്ന എന്തെല്ലാം ഘടകങ്ങളുണ്ടോ, അതായത് ബാങ്കിങ്, കമ്മ്യൂണിക്കേഷൻ, മാർക്കറ്റിംഗ്, അഡ്വർടൈസിങ്, പ്രൈസിങ്, ഫിനാൻസിങ്, ഇതെല്ലാം ഇതിനെയൊക്കെ നമുക്ക് എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയാം. അപ്പോൾ ചുരുക്കത്തിൽ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ വാങ്ങലിനെയോ വിൽക്കലിനെയാണ് നമ്മൾ കൊമേഴ്സ് എന്ന് പറയുന്നത്. കൊമേഴ്സിൽ ട്രേഡും ട്രേഡിനെ സഹായിക്കുന്ന ഘടകങ്ങളും കൂടെ കൂടിച്ചേരുന്നതാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ട്രേഡിനെയാണ് നമ്മൾ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് നോട്ട് ഓൺലി ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബട്ട് ആൾസോ ദ ആൾ അതർ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്സ് ഓർ മേക്സ് എയ്ഡ്സ് ടു ട്രേഡ്. ട്രേഡിനെ സഹായിക്കുന്ന മറ്റുള്ള ഫാക്ടേഴ്സും കൂടെ കൂടിച്ചേരുന്നതാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ട്രേഡും ട്രേഡിനെ സഹായിക്കുന്ന ഘടകങ്ങളും കൂടെ കൂടിച്ചേരുന്നതിന് നമുക്ക് കൊമേഴ്സ് എന്ന് പറയാം. ട്രേഡ് പ്ലസ് എയ്ഡ്സ് ടു ട്രേഡിനെയാണ് നമ്മൾ കൊമേഴ്സ് എന്ന് പറയുന്നത്. ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ബാങ്കിങ്, കമ്മ്യൂണിക്കേഷൻ, മാർക്കറ്റിംഗ്, അഡ്വർടൈസിങ്, ഫിനാൻസിങ്, പ്രൈസിങ്, ഇതെല്ലാം കൂടി ചേരുന്നതിനാണ് നമ്മൾ കൊമേഴ്സ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ത്രൂ ഇലക്ട്രോണിക് മീൻസ്. ഇലക്ട്രോണിക് മീഡിയയുടെ സഹായത്തോടു കൂടെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെയോ കമ്പ്യൂട്ടറിൻ്റെയോ സഹായത്തോടു കൂടെ കൊമേഴ്സ്യൽ ആക്ടിവിറ്റികൾ നടപ്പിലാക്കുന്നതിനാണ് നമ്മൾ ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഓൺലൈൻ. ഓൺലൈനായിട്ട് ബിസിനസ് നടപ്പിലാക്കുന്ന പ്രവർത്തനത്തിനെയാണ് നമ്മൾ കൊമേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഓൺലൈൻ കൊമേഴ്സ് അല്ലെങ്കിൽ കൊമേഴ്സ് എന്ന പേരിലാണ്. ഇതൊരു ന്യൂ ടെക്നോളജിയാണ്. അതായത് ഇൻ്റർനെറ്റിൻ്റെയോ കമ്പ്യൂട്ടറുകളുടെയോ സഹായത്തോടു കൂടെ അല്ലെങ്കിൽ ഓൺലൈൻ രംഗത്തിൻ്റെ സഹായത്തോടു കൂടെ കൊമേഴ്സ്യൽ ആക്ടിവിറ്റികൾ നടപ്പിലാക്കുന്നതിന് നമുക്ക് കൊമേഴ്സ് എന്ന് പറയാം. കൊമേഴ്സിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കൊമേഴ്സ് ആണ്. ദാറ്റ് മീൻസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ത്രൂ ഇലക്ട്രോണിക് മീൻസ്. ഇലക്ട്രോണിക് മീഡിയയുടെ സഹായത്തോടു കൂടെ സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ കൊമേഴ്സ് അല്ലെങ്കിൽ ഓൺലൈൻ കൊമേഴ്സ് അല്ലെങ്കിൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ത്രൂ ഇൻ്റർനെറ്റ് എന്നൊക്കെ പറയാം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ടേമാണ് ബിസിനസ് എന്ന് പറയുന്നത്. ബിസിനസ് എന്താണെന്ന് നോക്കാം. ഇൻ്റർനാഷണലി ബോത്ത് ദ ടേംസ് ക്യാൻ ബി ഇൻ്റർചേഞ്ച്ഡ് ആൻഡ് ഹാവിങ് ദ സെയിം കോൺസെപ്റ്റ് ദാറ്റ് ഈസ് ഡൂയിങ് ബിസിനസ് ഓൺലൈൻ. അതായത് കോമൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് എന്ന് പറഞ്ഞാലും കൊമേഴ്സ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. പക്ഷേ ഹൗവർ ഇലക്ട്രോണിക് ബിസിനസ് ഈസ് ദ ടേം വിച്ച് ഈസ് ഡിറൈവ്ഡ് ഫ്രം കൊമേഴ്സ്. പക്ഷേ ഇലക്ട്രോണിക് ബിസിനസ് എന്നുള്ളത് കൊമേഴ്സിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു വാക്കാണ്. ബട്ട് ദർ ഈസ് ലിറ്റിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു. രണ്ടും സെയിം ആണെങ്കിൽ പോലും പക്ഷേ ചെറിയൊരു ഡിഫറൻസ് ഇവ തമ്മിലുണ്ട്. ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബിസിനസ് ടു ബിസിനസ് ഇനീഷ്യേറ്റീവ് എയിംഡ് അറ്റ് കമ്മ്യൂണിക്കേറ്റിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ ഡോക്യുമെൻറ്റ്സ് on a real time or near real time basis between trading partners such as suppliers, customers, etc. ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ് ഇനീഷ്യേറ്റീവാണ്. രണ്ട് ബിസിനസ്സുകൾ തമ്മിൽ പരസ്പരം അവരുടെ ട്രാൻസാക്ഷൻ ഡോക്യുമെൻറ്റുകളോ അല്ലെങ്കിൽ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് തമ്മിൽ അവരുടെ ഡോക്യുമെൻറ്റുകളോ അല്ലെങ്കിൽ ബിസിനസ്സും കസ്റ്റമറും തമ്മിൽ പരസ്പരം ഇലക്ട്രോണിക് മീഡിയയുടെ സഹായത്തോടു കൂടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറയുന്നത്.
Electronic commerce is the B2B initiative aimed at communicating business transaction documents on a real-time or near real-time basis. റിയൽ ടൈം ബേസിസിലോ അല്ലെങ്കിൽ നിയർ റിയൽ ടൈം ബേസിസിലോ ട്രേഡിംഗ് പാർട്ട്നേഴ്സുകളോ അല്ലെങ്കിൽ സപ്ലയേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ് തമ്മിൽ പരസ്പരം ബിസിനസ് ഡോക്യുമെൻറ്റുകൾ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഡോക്യുമെൻറ്റുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ നമുക്ക് ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറയാം. E-commerce might be considered as the use of internet as a company's primary or exclusive portal to its customers. അതായത് ഇൻ്റർനെറ്റ് എന്നുള്ളത് കമ്പനിയുടെ പ്രൈമറി ഓർ എക്സ്ക്ലൂസീവ് പോർട്ടലാണ് ഇ കൊമേഴ്സിൽ പറയുന്നത്. ഇ കൊമേഴ്സിന് പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് ആമസോൺ, ഇബേ, ഫ്ലിപ്കാർട്ട് എക്സെട്ര. അതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. ആമസോൺ ഓർ ഇബേ കണ്ടക്ട്സ് ആൾ ഓഫ് ദെയർ ബിസിനസ് ഓൺലൈൻ ആൻഡ് ദെയർ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ആർ എക്സ്ക്ലൂസീവ്ലി ദോസ് വിച്ച് ക്യാൻ ബി സോൾഡ് ഓൺലൈൻ. ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇബേ ഇതുപോലുള്ള ഓൺലൈൻ ബിസിനസ് സ്ഥാപനങ്ങൾ നമുക്കറിയാം, ഓൺലൈൻ ബിസിനസ് കമ്പനികൾ നമുക്കറിയാം. ഇവരൊക്കെ അവരുടെ ബിസിനസ് നടപ്പിലാക്കുന്നത് ഓൺലൈൻ മാധ്യമത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്, ഇൻ്റർനെറ്റിൻ്റെയോ അതല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് എന്നുള്ളത് ഓൺലൈനിൽ വിൽക്കുന്ന പ്രൊഡക്ട്സുകളാണ്. അപ്പോൾ ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിൻ്റെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടറുകളുടെയോ സഹായത്തോടു കൂടെ ബിസിനസ് ഡോക്യുമെൻറ്റുകളോ ട്രാൻസാക്ഷൻ ഡോക്യുമെൻറ്റുകളോ അല്ലെങ്കിൽ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് തമ്മിൽ റിലേഷൻഷിപ്പുകൾ ക്രിയേറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഒരു ബിസിനസ്സും ഒരു കൺസ്യൂമറും തമ്മിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നതിനെ നമ്മൾ എന്താ പറയുക, ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. സോ ഇ കൊമേഴ്സ് മൈറ്റ് ബി കൺസിഡേർഡ് ആസ് ദ യൂസ് ഓഫ് ഇൻ്റർനെറ്റ് ആസ് എ കമ്പനീസ് പ്രൈമറി ഓർ എക്സ്ക്ലൂസീവ് പോർട്ടൽ ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ്. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് കമ്പനിയും കസ്റ്റമേഴ്സും തമ്മിലുള്ള പ്രൈമറി ഓർ എക്സ്ക്ലൂസീവ് പോർട്ടലായിട്ട് കൺസിഡർ ചെയ്യുന്നതിനെ നമ്മൾ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇബേ. അവരെല്ലാം അവരുടെ പ്രൊഡക്ട്സുകൾ ഓൺലൈനായിട്ട് കൺസ്യൂമറിലേക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ ബിസിനസ് എന്ന് പറഞ്ഞാലോ, ഈ ബിസിനസ് ഈസ് ദ കമ്പനീസ് ഫോർ വിച്ച് ഇൻ്റർനെറ്റ് ഈസ് വൺ ഓഫ് ദ സെവറൽ ചാനൽസ് ടു കസ്റ്റമേഴ്സ് ആൻഡ് പെർഹാപ്സ് നോട്ട് ഈവൻ ദ പ്രൈമറി വൺ. ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇൻ്റർനെറ്റ് എന്നുള്ള ഒറ്റ ചാനൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ അതുപോലെ തന്നെ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് തമ്മിൽ റിലേഷൻഷിപ്പുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ് പറഞ്ഞു. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വൈഡാണ്. അവിടെ ഇൻ്റർനെറ്റ് എന്നുള്ളത് വൺ ഓഫ് ദ സെവറൽ ചാനൽസാണ്. കസ്റ്റമേഴ്സുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള സെവറൽ ചാനൽസിൽ ഒരെണ്ണം മാത്രമാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ആൻഡ് നോട്ട് ഈവൻ ദ പ്രൈമറി വൺ. അത് മാത്രം പ്രൈമറി വൺ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിന് എക്സാമ്പിളാണ് ഈ ബിസിനസ് നടത്തുന്ന ഓർഗനൈസേഷൻ എക്സാമ്പിളാണ് ബാങ്കുകൾ എന്ന് പറയുന്നത്. ബാങ്ക്സ് ആർ ക്ലാസിക്കൽ എക്സാമ്പിൾ ആസ് ആർ കമ്പനീസ് വിച്ച് ഹാവ് ഇൻ്റർനെറ്റ് സ്റ്റോർ ഫ്രണ്ട്. ബാങ്കിങ് കമ്പനികളിൽ ഇൻ്റർനെറ്റ് സ്റ്റോർ ഫ്രണ്ടുകളുണ്ട്. പക്ഷേ എല്ലാ എൻറ്റിറ്റികൾക്കും പ്രൈമറി ചാനൽസ് ഉണ്ട്. പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് പ്രൈമറി ചാനൽസ് ഉണ്ട്. സോ ബാങ്ക്സ് ആർ ദ ക്ലാസിക്കൽ എക്സാമ്പിൾ ആസ് ആർ കമ്പനീസ് വിച്ച് ഹാവ് ഇൻ്റർനെറ്റ് സ്റ്റോർ ഫ്രണ്ട്. ബാങ്കുകൾ ഇതിന് പ്രധാനപ്പെട്ട എക്സാമ്പിൾ. ഈ ബിസിനസ് നടത്തുന്ന സ്ഥാപനത്തിന് പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് ബാങ്കുകൾ എന്ന് പറയുന്നത്. അതിൽ ഇൻ്റർനെറ്റ് എന്നുള്ളത് സെവറൽ ചാനൽസിൽ കസ്റ്റമേഴ്സുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള സെവറൽ ചാനൽസിൽ ഒരു പർട്ടിക്കുലർ ചാനൽ മാത്രമാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇൻ വിച്ച് സെവറൽ ചാനൽസ് ടു കസ്റ്റമേഴ്സ് ആൻഡ് പെർഹാപ്സ് നോട്ട് ഈവൻ ദ പ്രൈമറി വൺ. അത് പ്രൈമറി വൺ ആണ് നമുക്ക് പറയാൻ കഴിയില്ല. സോ ബാങ്ക്സ് ആർ ദ ക്ലാസിക്കൽ എക്സാമ്പിൾ ആസ് ആർ കമ്പനീസ് വിച്ച് ഹാവ് ഇൻ്റർനെറ്റ് സ്റ്റോർ ഫ്രണ്ട്. ബാങ്കിങ് കമ്പനികളിൽ ഇൻ്റർനെറ്റ് സ്റ്റോർ ഫ്രണ്ടുകളുണ്ട്. ബട്ട് ആൾ സച്ച് എൻറ്റിറ്റീസ് ഹാവ് അതർ പ്രൈമറി ചാനൽസ് ടു ഡിസ്ട്രിബ്യൂട്ട് ദെയർ പ്രൊഡക്ട്സ്. ഇൻ്റർനെറ്റ് അല്ലാതെ അവർക്ക് പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ മറ്റ് പ്രൈമറി ചാനൽസുകൾ എല്ലാ ബാങ്കിങ് കമ്പനികൾക്കും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടെ പ്രവർത്തിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇൻ്റർനെറ്റ് മാത്രമാണ് പ്രൈമറി ചാനൽ എന്ന് പറയാൻ കഴിയില്ല. മറ്റുള്ള പ്രൈമറി ചാനലുകളും അല്ലെങ്കിൽ മറ്റുള്ള എൻറ്റിറ്റികളുടെയും സഹായത്തോടു കൂടെ പ്രൊഡക്ട്സ് കൺസ്യൂമറിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വൈഡ് കോൺസെപ്റ്റാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ബിസിനസ്സും അതുപോലെ തന്നെ ഇ കൊമേഴ്സും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഇ കൊമേഴ്സിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഓപ്പൺ സിസ്റ്റമാണ്. ഇ കൊമേഴ്സ് എന്നുള്ളത് ഓപ്പൺ സിസ്റ്റമാണ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റമാണ് അല്ലെങ്കിൽ ഓപ്പൺ സിസ്റ്റമാണെന്ന് പറയാം. ഈ ബിസിനസ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് സിസ്റ്റമാണ്. അവിടെ ഒരുപാട് ആക്ടിവിറ്റികൾ നടക്കുന്നുണ്ട്. ഈ ബിസിനസ്സിൽ ഇൻ്റർനെറ്റ് മാത്രമല്ല മറ്റുള്ള എല്ലാ ചാനലുകളുടെയും സഹായത്തോടു കൂടിയാണ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ ബിസിനസ് എന്നുള്ളത് ക്ലോസ്ഡ് സിസ്റ്റമാണ്. ഈ കൊമേഴ്സ് എന്നുള്ളത് ഓപ്പൺ സിസ്റ്റമാണ്. ഇ കൊമേഴ്സ് എന്നുള്ളത് നോട്ട് സെക്യൂർഡ്. ഇ കൊമേഴ്സ് സെക്യൂരിറ്റി കൂടുതലുള്ളതാണ് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ ബിസിനസ് എന്നുള്ളത് ഹൈലി സെക്യൂർഡാണ്. ഈ ബിസിനസ് ഹൈലി സെക്യൂർഡാണ്. ഇ കൊമേഴ്സ് നോട്ട് സെക്യൂർഡ്. ഇ കൊമേഴ്സ് എന്നുള്ളത് നോട്ട് സെക്യൂർഡ് ആണെങ്കിൽ ഈ ബിസിനസ് എന്നുള്ളത് ഹൈലി സെക്യൂർഡാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇ കൊമേഴ്സ് ഡീൽസ് മോർ വിത്ത് ടെക്നോളജി. ഇ കൊമേഴ്സ് കൂടുതലായിട്ടും ഡീൽ ചെയ്യുന്നത് ടെക്നോളജിയുമായിട്ടാണ്. മറ്റതിലോ ഡീൽസ് വിത്ത് പ്രോസസ്സസ് നീഡഡ് ടു ഫെസിലിറ്റേറ്റ് ഇ കൊമേഴ്സ്. ഇ കൊമേഴ്സ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ പ്രോസസ്സും എന്തിൽ വരുന്നുണ്ട്? ഈ ബിസിനസ് എന്നുള്ളതിൽ വരുന്നുണ്ട്. ഇ കൊമേഴ്സ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ പ്രോസസ്സുകളും ഈ ബിസിനസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ
നോട്ട് ഓൺലി ഡീൽസ് വിത്ത് ടെക്നോളജി ബട്ട് ആൾസോ വിത്ത് ആൾ പ്രോസസ്സർ റിലേറ്റഡ് ടു ഫെസിലിറ്റേറ്റ് ഇ കൊമേഴ്സ്. പിന്നെ അതുപോലെ തന്നെ ഇ കൊമേഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഡസ് നോട്ട് ഇൻവോൾവ് ദ യൂസ് ഓഫ് EDI, അതായത് ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ചിൻ്റെ ഉപയോഗം അവിടെ വരുന്നില്ല. മറ്റതിൽ എന്ത് വരുന്നുണ്ട്? ഈ ബിസിനസ്സിൽ യൂസ് ഓഫ് EDI വരുന്നുണ്ട്, ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ആൾവേസ് ഓപ്പറേറ്റ് ഓൺ ഇൻ്റർനെറ്റിലൂടെ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. മറ്റേതിലോ ആൾവേസ് ഓപ്പറേറ്റ്സ് ഓൺ ഇൻട്രാനെറ്റിൽ കൂടെയാണ് ഈ ബിസിനസ് എന്നുള്ളത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ് ഇൻ്റർനെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ബിസിനസ് ടു ബിസിനസ് ഇൻ്റർനെറ്റിനെയാണ് നമ്മൾ ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇ കൊമേഴ്സ് എന്നുള്ളത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയാണെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് എന്നുള്ളത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇൻട്രാനെറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ്. നെക്സ്റ്റ് ഇ കൊമേഴ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇ കൊമേഴ്സ് ഇൻവോൾവ്സ് ആൾ ടൈപ്സ് ഓഫ് കൊമേഴ്സ് ട്രാൻസാക്ഷൻ. എല്ലാ തരത്തിലുള്ള കൊമേഴ്സ് ട്രാൻസാക്ഷൻസും ഇ കൊമേഴ്സിൽ വരുന്നുണ്ട്. ഈ ബിസിനസ്സിൽ ഇൻവോൾവ്സ് എക്സ്പ്ലിസിറ്റ്ലി ബിസിനസ് ട്രാൻസാക്ഷൻസ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ യൂസ്ഡ് ഫോർ ഇമെയിൽ ആൻഡ് ബൾക്കി ട്രാൻസാക്ഷൻ, സ്മാൾ ആൻഡ് ബൾക്കി ട്രാൻസാക്ഷൻസിന് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഇ കൊമേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ബിസിനസ് യൂസ് ചെയ്യുന്നത് ബൾക്കി ട്രാൻസാക്ഷൻസിന് മാത്രമാണ് ഈ ബിസിനസ് എന്നുള്ളത് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇനി ഇ കൊമേഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ്ഡ് ഓൺ ബിസിനസ് ടു കസ്റ്റമർ ആക്ടിവിറ്റികളിലാണ് ഇ കൊമേഴ്സ് ഫോക്കസ് ചെയ്യുന്നത്. ബിസിനസ്സും കൺസ്യൂമറും തമ്മിലുള്ള ആക്ടിവിറ്റികളിലാണ് ഇ കൊമേഴ്സ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഈ ബിസിനസ് എന്നുള്ളത് ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ് ടു ബിസിനസ് ആക്ടിവിറ്റീസിലാണ്. ഇറ്റ് ഈസ് മോർ കോൺസെൻട്രേറ്റഡ് ഓൺ ബിസിനസ് ടു ബിസിനസ് ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് പറയുന്നത് ഇ കൊമേഴ്സ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് എ ട്രഡീഷണൽ ബിസിനസ് മോഡലിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇ കൊമേഴ്സ് എന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈസ് എൻ ഓൺലൈൻ ബിസിനസ് ഓൺലി. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ അതൊരു ഓൺലൈൻ ബിസിനസ് മാത്രമാണ്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇ കൊമേഴ്സിൻ്റെ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു വേർഡാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ ടെക്നോളജിയുടെ സഹായത്തോടെ ഉൽപ്പന്നങ്ങളുടെ വാങ്ങലോ വിൽക്കലോ നടപ്പിലാക്കുകയും അതുപോലെ തന്നെ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് തമ്മിൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെയാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നതെങ്കിൽ ഈ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി ദ ടെക്നോളജി ഈസ് ദ ഓൺലി പ്രൈമറി സോഴ്സ്. ടെക്നോളജി മാത്രമാണ് പ്രൈമറി സോഴ്സ് എന്ന് പറയാൻ പറ്റില്ല. മറ്റ് ഡിഫറെൻറ്റ് ചാനൽസിൻ്റെയോടൊപ്പം ടെക്നോളജിയും കൂടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വൈഡ് കോൺസെപ്റ്റാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ക്ലോസ്ഡ് സിസ്റ്റമാണ്, സെക്യൂർഡാണ്, ഹൈലി സെക്യൂർഡാണ്. EDI എന്നുള്ളത് അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച്, പരസ്പരം ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻട്രാനെറ്റ് എന്നുള്ള ഒരു സംവിധാനത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ബിസിനസ് പ്രവർത്തിക്കുന്നത്. ഈ കൊമേഴ്സ് പ്രവർത്തിക്കുന്നത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയാണെങ്കിൽ ഇത് ഇൻട്രാനെറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ് ഇൻ്റർനെറ്റിനെയാണ് നമ്മൾ ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്മാൾ ആൻഡ് ബൾക്കി ട്രാൻസാക്ഷൻസിനാണ് ഈ കൊമേഴ്സ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ബൾക്കി ട്രാൻസാക്ഷൻസിനാണ് ഈ ബിസിനസ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ബിസിനസ് മാത്രമാണ്. അതോടൊപ്പം തന്നെ ഫോക്കസ്ഡ് മോർ ഓൺ ബിസിനസ് ടു ബിസിനസ് ആക്ടിവിറ്റികളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഇ കൊമേഴ്സും ട്രഡീഷണൽ കൊമേഴ്സും തമ്മിലുള്ള വ്യത്യാസം കൂടി നമ്മളിന്ന് പറയുന്നുണ്ട്. അതായത് സാധാരണ കൊമേഴ്സും അതുപോലെ തന്നെ ഇലക്ട്രോണിക് കൊമേഴ്സും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതിൽ നമ്മൾ ഇ കൊമേഴ്സാണ് പഠിക്കുന്നത്. ഇ കൊമേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ ട്രഡീഷണൽ കൊമേഴ്സും ഇ കൊമേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. റെഡ്യൂസ് ഡേറ്റ എറർ ഏതിലാണ് റെഡ്യൂസ് ചെയ്യുക? ഇ കൊമേഴ്സിൽ ഡസ് നോട്ട് ഇനീഷ്യേറ്റീവ് ഡേറ്റ അറ്റ് ദ മൾട്ടിപ്പിൾ പോയിൻ്റ്. ഡേറ്റ ഗോസ് ഡയറക്ട്ലി ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ കമ്പ്യൂട്ടർ വിത്തൗട്ട് ഇൻവോൾവിങ് ഹ്യൂമൻ ബീയിങ്. അതായത് ഇ കൊമേഴ്സിൽ എന്ത് വരുന്നുണ്ട്? ഇ കൊമേഴ്സിൽ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡേറ്റ ഗോസ് ഡയറക്ട്ലി ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ. ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്കാണ് ഡേറ്റ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡസ് നോട്ട് ഇൻവോൾവ് ഡേറ്റ അറ്റ് മൾട്ടിപ്പിൾ പോയിൻറ്റിലുള്ള ഡേറ്റയല്ല ഇൻവോൾവ് ചെയ്യുന്നത്. ട്രഡീഷണൽ സിസ്റ്റത്തിലാണെങ്കിലോ ബയ്യർ ആൻഡ് സെല്ലർ ക്രിയേറ്റ് പർച്ചേസ് ഓർഡർ ഓൺ ദെയർ സിസ്റ്റം ആൻഡ് സെൻഡ് ഇറ്റ് ടു ദെയർ ട്രേഡിംഗ് പാർട്ട്ണർ. ദ റിസീവർ ഓർ സെല്ലർ റീഎൻ്റർ ദ സെയിം ഇൻഫർമേഷൻ ഓൺ ദ കമ്പ്യൂട്ടർ വിച്ച് വിൽ ക്രിയേറ്റ് ഡേറ്റ എറർ. ട്രഡീഷണൽ സിസ്റ്റത്തിൽ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? ഡേറ്റ എറർ ക്രിയേറ്റ് ചെയ്യും. റെഡ്യൂസ് കോസ്റ്റ്. എങ്ങനെയാണ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നത്? ഇ കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് ഇ കൊമേഴ്സ് ഈസ് വെരി ഹൈ ആസ് കമ്പയർഡ് ടു പേപ്പർ പ്രോസസ്, ബട്ട് ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം ഇറ്റ് ഈസ് വെരി എഫക്റ്റീവ്. അതായത് പേപ്പർ ബേസ്ഡ് നോക്കുന്ന സമയത്ത് ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലാണെങ്കിൽ പോലും ലോങ് പീരീഡിലേക്ക് നോക്കുന്ന സമയത്ത് എഫക്റ്റീവാണ്. ഇ കൊമേഴ്സ് എന്നുള്ളത് കൂടുതൽ എഫക്റ്റീവാണ്.
പേപ്പർ ബേസ്ഡ് ആവുന്ന സമയത്ത് ഇനീഷ്യൽ ടൈമിൽ കോസ്റ്റ്, പേപ്പർ ബേസ്ഡിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇനീഷ്യൽ ടൈമിൽ കോസ്റ്റ് കൂടുതലാണെങ്കിലും ലോങ് പീരിയഡ് ഓഫ് ടൈമിലേക്ക് ഇത് എഫക്റ്റീവാണ്. ട്രഡീഷണൽ സിസ്റ്റത്തിലാണെങ്കിലോ ടൈം ഈസ് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു സേവിങ് ദ മണി. So there is a repetition of the same work at every level and it involves a lot of wastage of time, and if the error is arisen that will lead to more wastage of money. അതായത് എറർ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൂടുതൽ വേസ്റ്റേജ് ഓഫ് മണി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ സിസ്റ്റത്തിൽ എറർ ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ വേസ്റ്റേജ് ഓഫ് മണി അതിൽ ഉണ്ടാവും. റെഡ്യൂസസ് കോസ്റ്റ് എന്നുള്ളത് ഉണ്ടാവില്ല. എറർ ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഡയറക്ട്ലി ലിങ്ക്ഡ് ടു സേവിങ് ദ മണി സേവ് ചെയ്യാൻ കഴിയും. റെഡ്യൂസ് പേപ്പർ വർക്ക് ഇ കൊമേഴ്സിൽ നമുക്ക് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് പേപ്പർ വർക്കിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇ കൊമേഴ്സ് ഡേറ്റ ഇൻ ദ ഇലക്ട്രോണിക് ഫോം മേക്ക് ഇറ്റ് ഈസി ടു ദർ ഇറ്റ് അക്രോസ് ദ ഓർഗനൈസേഷൻ. അതായത് ഓർഗനൈസേഷനിൽ മൊത്തത്തിൽ ഷെയർ ചെയ്യാൻ ഈസിയാണ്. അതുകൊണ്ട് തന്നെ പേപ്പർ വൈസ്ഡായിട്ടുള്ള ഇൻഫർമേഷൻസിനെക്കാട്ടിലും സൂക്ഷിക്കാനും സ്റ്റോർ ചെയ്യാനും വളരെ ഈസിയാണ്. ട്രഡീഷണൽ സിസ്റ്റത്തിലാവുന്ന സമയത്ത് പേപ്പർ വൈസ്ഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇറ്റ് റിക്വയേഴ്സ് റീ എൻട്രി ഓഫ് ഡേറ്റ അറ്റ് ഈച്ച് ലെവൽ ആൻഡ് റിക്വയേഴ്സ് ലോട്ട് ഓഫ് ടൈം. പേപ്പർ വൈസ്ഡാവുന്ന സമയത്ത് കൂടുതൽ സമയം അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. റെഡ്യൂസ് പ്രോസസ്സിംഗ് സൈക്കിൾ ടൈം. ഇ കൊമേഴ്സ് എന്നുള്ളതിൻ്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഇ കൊമേഴ്സ് റെഡ്യൂസസ് ദ പ്രോസസ്സിംഗ് സൈക്കിൾ ടൈം ഓഫ് കംപ്ലീറ്റ് പ്രോസസ്സിംഗ് സൈക്കിൾ ആസ് പെർ ദ ഡേറ്റ ഈസ് എൻറ്റേർഡ് ദ സിസ്റ്റം. ഡേറ്റ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന കാരണം തന്നെ പ്രോസസ്സിംഗ് ടൈമിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. മറ്റൊരാവുന്ന സമയത്ത് ബയ്യർ ഇൻ ഓർഡർ ടു പേപ്പർ ഫോർമാറ്റ് ദ ഡേറ്റ ഈസ് റീ എൻറ്റേർഡ് ഇൻ ഇറ്റ് ദ സെല്ലേഴ്സ് കമ്പ്യൂട്ടർ ആൻഡ് ദെൻ ഓൺലി പ്രസൻറ്റിംഗ് ക്യാൻ ടേക്ക് പ്ലേസ് വിച്ച് ഈസ് ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. മറ്റേതാവുന്ന സമയത്ത് ബയ്യർ എന്താ ചെയ്യുന്നത്, ബയ്യർ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് പേപ്പർ ഫോമിലായിരിക്കും. ആ പേപ്പർ ഫോർമാറ്റിനെ ഡേറ്റയായിട്ട് എൻ്റർ ചെയ്തിട്ട് സെല്ലറുടെ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിനെ നമ്മൾ കൺസ്യൂമിങ് പ്രോസസ്സിലേക്ക് നടപ്പിലാക്കുന്ന സമയത്ത് ടോട്ടൽ ടൈം കൂടുതലായിരിക്കും. റെഡ്യൂസ് ലേബർ. നോ നീഡ് ടു മെയിൻറ്റെയിൻ ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ്. ഇൻസ്റ്റഡ് ദർ അറൈസസ് ദ നീഡ് ടു മാനേജ് ദം മോർ എഫിഷ്യൻ്റ്ലി. അതായത് കൂടുതൽ നമ്പർ ഓഫ് എംപ്ലോയീസിനെ നമുക്ക് ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ല. അത് പക്ഷേ എന്ത് ചെയ്താൽ മതി, നിലവിലുള്ള എംപ്ലോയീസിനെ എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്താൽ മതി. എംപ്ലോയീസിൻ്റെ എണ്ണത്തിന് അല്ലെങ്കിൽ ലേബേഴ്സിൻ്റെ എണ്ണത്തിന് നമുക്ക് കുറയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇ കൊമേഴ്സിൻ്റെ പ്രത്യേകത. ട്രഡീഷണൽ സിസ്റ്റം ആവുന്ന സമയത്തോ നീഡ് ടു മെയിൻറ്റെയിൻ എ ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ് ബിക്കോസ് 1/3 ഓഫ് ലേബർ ഫോഴ്സ് ഈസ് എംപ്ലോയ്ഡ് ടു ഫുൾഫിൽ ഓർഡേഴ്സ് ഫ്രം കസ്റ്റമേഴ്സ്. കസ്റ്റമറുടെ കയ്യിൽ നിന്നുള്ള ഓർഡർ ഫുൾഫിൽ ചെയ്യാൻ 1/3 വിഭാഗം എംപ്ലോയീസ് നിർബന്ധമായിട്ട് അവിടെ വേണ്ടിവരും. അത് കാരണം കൊണ്ട് ട്രഡീഷണൽ സിസ്റ്റത്തിന് ലേബറിനെ കുറയ്ക്കാൻ കഴിയില്ല. ഇ കൊമേഴ്സ് സിസ്റ്റത്തിലെ ലേബറിനെ റെഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡേറ്റ എററിനെ റെഡ്യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നു, പേപ്പർ വർക്കിനെ റെഡ്യൂസ് ചെയ്യും, പ്രോസസ്സിംഗ് സൈക്കിൾ ടൈം റെഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ റെഡ്യൂസിങ് ലേബർ. ഇത്രയാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് കൊമേഴ്സ് എന്ന് പറഞ്ഞു, ഇലക്ട്രോണിക് കൊമേഴ്സ് എന്താണെന്ന് പറഞ്ഞു, ഇലക്ട്രോണിക് ബിസിനസ് എന്താണെന്ന് പറഞ്ഞു, ഇലക്ട്രോണിക് ബിസിനസ്സും ഇലക്ട്രോണിക് കൊമേഴ്സും തമ്മിലുള്ള വ്യത്യാസം, അതേപോലെ ട്രഡീഷണൽ കൊമേഴ്സും ഇലക്ട്രോണിക് കൊമേഴ്സും തമ്മിലുള്ള വ്യത്യാസം. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ബയ്യിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ത്രൂ ഇൻ്റർനെറ്റിൽ കൂടെ അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമത്തിൻ്റെ സഹായത്തോടു കൂടെ സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ വാങ്ങലോ വിൽക്കലോ നടപ്പിലാക്കുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് കൊമേഴ്സിൻ്റെ പരിധിയിൽ വരുന്ന അല്ലെങ്കിൽ അതിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ വേർഡാണ് ഇലക്ട്രോണിക് ബിസിനസ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് ബിസിനസ്സിന് നമ്മൾ എന്താ ചെയ്യുന്നത്, നോട്ട് ഓൺലി ബൈയിങ് ആൻഡ് സെല്ലിംഗ്, നോട്ട് ഓൺലി ദ യൂസ് ഓഫ് ഇൻ്റർനെറ്റ് ബട്ട് ആൾസോ അതർ ചാനൽസ്, അതർ എൻറ്റിറ്റീസ് ഹാവ് ടു ബി യൂട്ടിലൈസ്ഡ്. മറ്റ് എൻറ്റിറ്റികളും ഇതിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇൻ്റർനെറ്റ് എന്ന് മാത്രമല്ല ഉപയോഗിക്കുന്നത്, സെപ്പറേറ്റ് ചാനൽസ് ആൻഡ് സെപ്പറേറ്റ് ഡിസ്റ്റിങ്ക്റ്റ് ചാനൽസ് ഹാവ് അവൈലബിൾ ഫോർ ഈച്ച് കമ്പനീസ്. ഓരോ കമ്പനിക്കും അവൈലബിൾ ആണ്. ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച് എന്നുള്ളത് പൂർണ്ണമായി നടപ്പിലാക്കുന്നത് ഈ ബിസിനസ്സിലാണ്. അത് ബാങ്കുകൾ അതിന് എക്സാമ്പിളാണ്. പിന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം, ട്രഡീഷണലും ഇ കൊമേഴ്സും തമ്മിലുള്ള വ്യത്യാസം. ട്രഡീഷണൽ ആവുന്ന സമയത്ത് ലേബറിനെ കുറയ്ക്കാൻ സാധിക്കില്ല, കൂടുതൽ ലേബേഴ്സ് വേണ്ടി വരും. ഇ കൊമേഴ്സ് ആവുന്ന സമയത്ത് നമുക്ക് ലേബർ കുറയ്ക്കാം. അതുപോലെ തന്നെ കോസ്റ്റ് എന്നുള്ളത് നമുക്ക് കുറയ്ക്കാൻ കഴിയുന്നത് ഇ കൊമേഴ്സ് ആകുമ്പോഴാണ്. ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിലും പിന്നീട് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ കഴിയും. ഇലക്ട്രോണിക് കൊമേഴ്സ് ആവുന്ന സമയത്ത് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ കഴിയും. ട്രഡീഷണൽ ആവുന്ന സമയത്ത് കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കില്ല. പേപ്പർ വർക്കിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, മറ്റേതിൽ പേപ്പർ വർക്ക് റെഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല, കൂടുതലായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ ഡേറ്റ എറർ ഉണ്ടാവാനുള്ള സാധ്യത ഇ കൊമേഴ്സിലുണ്ട്, മറ്റേതിൽ ഡേറ്റ എറർ ഉണ്ടാവാനുള്ള സാധ്യത കുറവായിരിക്കും. അത്രയാണ് നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇലക്ട്രോണിക് ബിസിനസ് എന്താണെന്ന് പറഞ്ഞു, ഇലക്ട്രോണിക് കൊമേഴ്സ് എന്താണെന്ന് പറഞ്ഞു, ഇ കൊമേഴ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം. ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ത്രൂ ഇൻ്റർനെറ്റ്. മറ്റേത്
ഇറ്റ് ഈസ് ദ പ്രൈമറി വേ മാത്രമല്ല, മറ്റ് മാർഗ്ഗങ്ങളും എന്തിനുണ്ട്, ഇലക്ട്രോണിക് ബിസിനസ്സിൽ വരുന്നുണ്ട്. ഇലക്ട്രോണിക് ബിസിനസ്സിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായം മാത്രമല്ല, മറ്റുള്ള ടെക്നോളജികളുടെ കൂടെ ഇൻ്റർനെറ്റും കൂടെ ഉപയോഗിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇലക്ട്രോണിക് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, ഈ ഭാഗത്തിൻ്റെ വീഡിയോ എല്ലാവരും ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.